الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുത്ബയിൽ മുഹറം 10 ആസ്പദമാക്കിയുള്ള സംഭവമാണ് നാം അനുസ്മരിച്ചത്. മുഹറം എന്നുള്ളത് ഹിജ്റ കലണ്ടർ പ്രകാരം 1-ാം മാസമാണ്. ഹിജ്റ എന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു മഹാസംഭവമാണ്. അതൊരാശയമാണ്, അത് നമ്മുടെ ഒരു നിലപാടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയെ ആസ്പദമാക്കിയുള്ള കലണ്ടർ ആയതുകൊണ്ടാണ് നാം അതിനെ ഹിജ്റ കലണ്ടർ എന്ന് പറയുന്നത്. വർഷവും ആ വർഷത്തിലെ മാസങ്ങളുമൊക്കെ അള്ളാഹുവിന്റെ നിർണയങ്ങളാണ്. സൂറത്ത് തൗബ 36-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ. അള്ളാഹുവിന്റെ കണക്ക് പ്രകാരം വർഷത്തിൽ 12 മാസങ്ങളാണുള്ളത്. ഫീ കിതാബില്ല, അള്ളാഹുവിന്റെ കിതാബിൽ വർഷത്തിൽ 12 മാസങ്ങളാണുള്ളത്. യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ അർബഅത്തുൻ ഹുറും. ആകാശ ഭൂമികളെ സൃഷ്ടിച്ച നാൾ മുതൽ വർഷത്തിൽ 12 മാസങ്ങളാണുള്ളത്. അതിൽ 4 പവിത്രമാണ്. ദാലിക ദീനുൽ ഖയ്യിം. ഇതാകുന്നു ശരിയായ ദീൻ. ഒരു വർഷവും ആ വർഷത്തിലെ മാസങ്ങളുടെ എണ്ണവുമൊക്കെ ദീനിന്റെ ഭാഗമാണ്. ആ ദീനിന്റെ ഭാഗമെന്ന നിലയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പരിചയപ്പെടുത്തുന്നത്. ഇത് ശരിയായ ദീനാണ് എന്ന് പഠിപ്പിക്കുകയാണ്. ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും. ആ വിഷയത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കുവാൻ പാടുള്ളതല്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, വർഷത്തിൽ 12 മാസങ്ങൾ ഉണ്ടാവുക എന്നുള്ളതും കലണ്ടർ ഉണ്ടാകുക, വർഷം മനുഷ്യൻ കണക്കാക്കുക എന്നുള്ളതുമൊക്കെ
അള്ളാഹുവിന്റെ ദീനിന്റെ ഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചം സൃഷ്ടിച്ച നാം കാലം കണക്കാക്കുന്നത് കലണ്ടർ പ്രകാരമാണ്. ലോകത്ത് ഒരുപാട് കലണ്ടറുകളുണ്ട്. മലയാള വർഷം, അതേപോലെ ഹീബ്രു കലണ്ടർ, ചൈനീസ് കലണ്ടർ, ഇങ്ങനെ പല വിധത്തിലുള്ള കലണ്ടറുകളുണ്ട്. നാം ഏറ്റവും കൂടുതൽ ലോകത്ത് സോളാർ കലണ്ടറാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് BC AD, ബിഫോർ ദി ബർത്ത് ഓഫ് ദി ക്രൈസ്റ്റിന്റെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ബർത്തിന് മുമ്പും അതിനുശേഷവും എന്ന് രണ്ടായി തരംതിരിക്കുന്നുണ്ട്. 2024 എന്ന് നാം പറയുമ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനത്തിന് ശേഷം 2024 വർഷമായി എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ ലോകത്ത് ഒരുപാട് കലണ്ടർ ഉണ്ട് എങ്കിലും അതിൽ 12 മാസങ്ങൾക്കപ്പുറം 13 മാസങ്ങളുള്ള ഇപ്പോ പരാമർശിക്കാൻ നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹിജ്റ കലണ്ടറിന്റെ അടിസ്ഥാനമായി നിൽക്കുന്ന ഹിജ്റയെ സംബന്ധിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത കലണ്ടറുകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അറേബ്യയിൽ അത്തരമൊരു കലണ്ടർ നിലനിന്നിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം വരെയും ഹിജ്റ കലണ്ടർ അവർ രൂപീകരിക്കുന്നത് വരെയും ആ അറബികൾക്കിടയിൽ അവരെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഓർത്തുവെച്ചിരുന്നത് അവർക്കെല്ലാവർക്കും സുപരിചിതമായ ഏതെങ്കിലും ഒരു സംഭവത്തെ ആസ്പദമാക്കിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം തന്നെ ഉദാഹരണമായി എടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ആനക്കലഹ വർഷമാണ് എന്നാണ് പറഞ്ഞു വന്നിരുന്നത്. അതേപോലെ ഓരോ കാര്യങ്ങളും ആനക്കലഹത്തിനോടോ അല്ലെങ്കിൽ അതുപോലെ എല്ലാവരും അറിയുന്ന സംഭവത്തോടോ ചേർത്ത് വെച്ച് ആനക്കലഹത്തിന്റെ ഇത്ര വർഷം മുമ്പ്, ഇത്ര വർഷം ശേഷം എന്നിങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞു വന്നത്. എന്നാൽ ഇസ്ലാമിക സാമ്രാജ്യം ലോകത്ത് വിശാലമാവുകയും ഒരു കലണ്ടറിന്റെയും തീയതി പറയുന്നതിന്റെയും ഒക്കെ ആവശ്യമുണ്ടാവുകയും ചെയ്തപ്പോൾ ഇന്ന വർഷം ഇത്രാം തീയതി എന്നൊക്കെ ആളുകളോട് പറഞ്ഞു മനസ്സിലാക്കണമെങ്കിൽ ഇത്തരം പ്രാദേശികമായ ചില നീക്കുപോക്കുകൾ കൊണ്ട് സാധ്യമല്ലാതെ വന്നു. അപ്പോൾ നമുക്കൊരു കലണ്ടർ ആവശ്യമാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ചർച്ചയുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു സഹാബികളെയൊക്കെ വിളിച്ചുകൂട്ടി നമുക്കൊരു കലണ്ടർ വേണം എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. എന്തായിരിക്കണം നമ്മുടെ കലണ്ടറിന്റെ അടിസ്ഥാനം അവർ ചിന്തിച്ചു. അപ്പോൾ പല സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമാവാം, അല്ലെങ്കിൽ നബിയുടെ മരണമാവാം, അതല്ല എങ്കിൽ ഉഹദോ ബദറോ ഒക്കെ ആവാം, നുബൂവത്താവാം, ഇങ്ങനെ പല കാര്യങ്ങളും ചർച്ചയ്ക്കായി മുന്നോട്ട് വെച്ചു. എന്നാൽ ഹിജ്റയാവണം എന്നുള്ളത് സഹാബികളുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനമായി ഉരുത്തിരിഞ്ഞു വന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നാം ഹിജ്റ വർഷം എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് സഹാബികൾ എന്ന് ഉദ്ദേശിച്ചതും. അഥവാ ഹിജ്റ എന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സംഭവം. ആ സംഭവത്തിന്റെ പിന്നിലുള്ള ആദർശങ്ങൾ, ആ സംഭവത്തിന്റെ പിന്നിലുള്ള ചരിത്രം, ആ സംഭവത്തിന്റെ പിന്നിലുള്ള ആശയങ്ങൾ അത് ലോകത്ത് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ഒളിമങ്ങാതെ മറയാതെ ഉറച്ചു നിൽക്കണമെന്നും എല്ലാ കാലഘട്ടത്തിലും എപ്പോഴും ആ സംഭവത്തെ സംബന്ധിച്ചവർ ഓർക്കണമെന്നും അവർ നിശ്ചയിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഹിജ്റ വർഷത്തോടനുബന്ധിച്ച് ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ആശയങ്ങൾ എന്താണ്, അത് നമ്മോട് പറഞ്ഞു തരുന്ന പാഠങ്ങൾ എന്താണ് എന്നൊക്കെ ഓർക്കുക എന്നുള്ളത് ഇസ്ലാമിക സമൂഹത്തിന് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഹിജ്റ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിജ്റ 1446 എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയിട്ട് 1446 വർഷമായി എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹിജ്റ എന്ന വാക്കിന്റെ അർത്ഥം ഉപേക്ഷിക്കുക, വെടിയുക, കൈയൊഴിയുക എന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകന്മാർ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കുവാൻ വേണ്ടി ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യുക എന്നുള്ളതാണ്. മലവെള്ളപ്പാച്ചിലിന് മുമ്പിൽ പലപ്പോഴും പാറക്കെട്ടുകൾ തടസ്സം സൃഷ്ടിക്കാറുണ്ട്. വഴിമാറി ഒഴുകി അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചത് ഒരു ലക്ഷ്യം കൊടുത്തുകൊണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചക
പ്രവാചകന്മാരുടെ പിൻഗാമികളായ മുസ്ലിം സമൂഹത്തെയും നിലനിർത്തിയിട്ടുള്ളത് അതേ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്. നാം ഒരു പ്രയാണത്തിന്റെ പാതയിലാണ്, നാം നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള പാതയിലാണ്. അല്ലെങ്കിൽ അങ്ങനെ ആവേണ്ടതാണ്. നമ്മുടെ ലക്ഷ്യത്തിന്റെ മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് എന്താണോ അവിടെ പകച്ചു നിൽക്കുകയല്ല, അവിടുന്ന് വഴിമാറി സഞ്ചരിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഹിജ്റ നൽകുന്ന പാഠം. അതാണ് ഹിജ്റ എല്ലാ വർഷവും മുസ്ലിം സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഒരു സന്ദേശമാണ്. ഒന്നിന്റെ മുന്നിലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നാം എത്തുന്നതിന് മുമ്പിൽ നമുക്ക് തടസ്സമാകുന്നതിന്റെ മുമ്പിൽ ഭീതിയോടെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വികാരത്തോടെയോ തടസ്സമായി നിൽക്കുകയോ നാം അവിടെ തടഞ്ഞു നിൽക്കുകയോ നാം അവിടെ സ്തംഭിതരായി നിൽക്കുകയോ ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്റെ മുന്നിൽ മറ്റു മാർഗങ്ങളില്ലല്ലോ എന്ന് നിർനിമേഷരായി നോക്കി നിൽക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല ഇസ്ലാമിക സമൂഹത്തിന് കരണീയമായിട്ടുള്ളത്. മറുവഴികൾ അന്വേഷിക്കുകയും മറുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും വഴിമാറി സഞ്ചരിച്ചുകൊണ്ട് അങ്ങോട്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലേക്ക് നിയോഗിച്ചിട്ടുള്ളത് ലിയുദ്ഹിറഹു അല ദീനി കുല്ലി, ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ ദീനുകളെക്കാളും എല്ലാ ആശയങ്ങളെക്കാളും ഇസ്ലാമിക ആശയത്തിന് മേൽക്കൈ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഇതേ ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോട് പറഞ്ഞു, ഇന്നി മുഹാജിറുൻ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോവുകയാണ്. ഇറാഖിൽ ജനിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഫലസ്തീനിലേക്ക് വന്നു. ഹിജ്റയുടെ ഭാഗമായിട്ടാണ് വന്നത്. മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും അദ്ദേഹം ഹിജ്റ പോവുകയുണ്ടായി. നാം മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണല്ലോ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചത്. അതും ഒരു ഹിജ്റയുടെ ചരിത്രം തന്നെയാണ്. അതായത് മൂസാ നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തെയും കൂട്ടിക്കൊണ്ട് ആ ചെങ്കടൽ കടന്ന് സീനാ മരുഭൂമിയിലേക്ക് പോകുന്ന ഹിജ്റയുടെ ചരിത്രമാണ് മുഹറം 10 ചരിത്രം എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. ഇതിനൊരു സമയമുണ്ട്, ഒരു സന്ദർഭമുണ്ട്. അതായത് തന്റെ ലക്ഷ്യത്തിലേക്ക് നാം സഞ്ചരിക്കുമ്പോൾ എപ്പോഴാണ് നാം ഹിജ്റ ചെയ്യേണ്ടത്? സമയമാകുന്നതിന് മുമ്പ് എന്നാൽ ഇനി ഞാൻ ഇവിടുന്ന് പോയേക്കാം എന്ന് തോന്നി പുറപ്പെടുന്നതിന്റെ പേരാണോ ഹിജ്റ? അല്ല. മഹാനായ ഒരു പ്രവാചകന്റെ ജീവിത ചരിത്രം തന്നെ നമുക്ക് അത് പഠിപ്പിച്ചു തരുന്നുണ്ട്. യൂനുസ് നബി അലൈഹിസ്സലാം തന്റെ ആ സമൂഹത്തിലേക്ക് അല്ലാഹു ഇതേ ലക്ഷ്യവുമായി നിയോഗിച്ച പ്രവാചകനാണ്. പക്ഷേ സമയമാകുന്നതിന് മുമ്പ് അക്ഷമനായ അദ്ദേഹം അവിടെ കപ്പലിൽ കയറി രക്ഷപ്പെടുവാൻ നോക്കി. പക്ഷേ കപ്പലിൽ നിന്ന് കടലിനകത്തകപ്പെടുകയും അവിടുന്ന് മീൻ വിഴുങ്ങുകയും മീനിന്റെ വയറ്റിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീ അല്ലാതെ ഒരു ഇലാഹില്ല, സുബ്ഹാനക നീ എത്ര പരിശുദ്ധനാൻ, ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോയി നാഥ എന്ന് പശ്ചാത്തപിക്കുകയും തിരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു സ്ഥലത്ത് നിന്നാണോ അദ്ദേഹം പോയത് അതേ സ്ഥലത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളത് ചരിത്രമാണ്. അപ്പോ നമുക്ക് തോന്നുമ്പോ ഒരു നാട് വിട്ടു പോവുക എന്നുള്ളതല്ല, മറിച്ച് ഇസ്ലാമിന്റെ ആദർശത്തിന് അനുഗുണമാകുമ്പോൾ ഇസ്ലാമിന്റെ ആദർശത്തിന്റെ തേട്ടമനുസരിച്ചുകൊണ്ട് ആ സാഹചര്യം സംജാതമാകുമ്പോ വേണ്ടി വന്നാൽ നാട് വിട്ടു പോയിക്കൊണ്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുക എന്നുള്ളതിന്റെ പേരാണ് ഹിജ്റ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബുവത്തിന്റെ 13-ാം വർഷം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഈ പറഞ്ഞ രൂപത്തിൽ ഹിജ്റ പോവുകയുണ്ടായി. ഹിജ്റ എന്നുള്ളത് കേവലം ഒരു അഭയാർത്ഥി പ്രവാഹത്തിന്റെ പേരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്നതിന് മുമ്പ് തന്നെ ആ സഹാബികൾ അബീസീനിയയിലേക്ക് ഹിജ്റ പോയിരുന്നു. അന്ന് പൂർണ്ണമായി മുസ്ലിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറി പാർക്കണം എന്ന കൽപ്പന അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. അബീസിനിയയിലേക്ക് ഹിജ്റ പോയപ്പോൾ ഒന്നാം സംഘത്തിൽ 11 പുരുഷന്മാരും 4 സ്ത്രീകളും ഉണ്ടായിരുന്നു. രണ്ടാം സംഘത്തിൽ 101 പുരുഷന്മാരും 18 സ്ത്രീകളും ഉണ്ടായിരുന്നു. അതേപോലെ തൊട്ടടുത്ത ഹിജ്റയുടെ ശ്രമമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമുൽ ഹുസ്ൻ, ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ പ്രാധാന്യമുള്ള ഒരു വർഷമാണ്
അമ്മുൽ ഹുസ്ൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് താങ്ങും തണലുമായി നിന്ന ഖദീജ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് താങ്ങും തണലുമായി നിന്ന അബൂ ത്വാലിബ്, ഇവർ രണ്ടുപേരും മരണപ്പെട്ട വർഷം വലിയ ദുഃഖമായിരുന്നു. അതുകൊണ്ടാണ് ആ ദുഃഖത്തിന്റെ വർഷം എന്ന് തന്നെ പേരിടാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വാഇഫിലേക്ക് പോയി നോക്കി, പക്ഷേ അവിടെ ഹിജ്റ ചെയ്യുവാനുള്ള സന്ദർഭം സാഹചര്യമായിരുന്നില്ല. അതിന്റെ ചരിത്രം നമുക്കറിവുള്ളതാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോകുവാനുള്ള ഒരുക്കത്തിലാണ്. മദീനയിൽ നിന്ന് ഹജ്ജിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ 6 പേർ എത്തി. നബുവത്തിന്റെ 10ാം വർഷം അവർ മുസ്ലിമായി തിരിച്ചുപോയി. അടുത്ത വർഷം, തൊട്ടടുത്ത വർഷം നബുവത്തിന്റെ 11ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മദീനയിൽ നിന്ന് 12 പേർ മുസ്ലിങ്ങളായി എത്തി. അവർ അഖബ എന്ന് പറയുന്ന സ്ഥലത്ത് രാത്രി ഒരുമിച്ചുകൂടി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. ആ കരാറിന്റെ ഭാഗമായി മിസ്അബ് ബിൻ ഉമൈർ എന്ന് പറയുന്ന സഹാബിയെ, വളരെ പ്രശസ്തനായ സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ ഫുൾ ടൈമറായി, മുഴുസമയ പ്രവർത്തകനായി, പ്രബോധകനായി അയച്ചു കൊടുത്തു. നെക്സ്റ്റ് ഇയർ, തൊട്ടടുത്ത വർഷം നബുവത്തിന്റെ 12ാം വർഷം മദീനയിൽ നിന്ന് 73 പുരുഷന്മാർ, 2 സ്ത്രീകൾ മുഅ്മിനായി പ്രവാചകന്റെ അടുക്കലെത്തി. അവർ നേരത്തെ പറഞ്ഞ അതേ അഖബയിൽ പാതിരാവിൽ ഒരുമിച്ചുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കരാർ ചെയ്യുകയുണ്ടായി. എന്ത് പ്രശ്നം വന്നാലും ഏത് സാഹചര്യത്തിലും താങ്കളെ സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ള ഉടമ്പടി ചെയ്യുകയുണ്ടായി. നബുവത്തിന്റെ 13ാം വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുവാൻ തീരുമാനിക്കുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യുവാൻ ആവശ്യപ്പെടുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രാ 88ാമത്തെ ആയത്ത് നമുക്കത് കാണുവാൻ സാധിക്കും. വഖുൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ, പ്രവാചക താങ്കൾ പറയണം, റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ, അല്ലാഹുവേ നീ എന്നെ സത്യത്തോടൊപ്പം പ്രവേശിപ്പിക്കണമേ. വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ, നീ എന്നെ സത്യത്തോടൊപ്പം ഈ നാട്ടിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോകണമേ. വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറാ, നിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായം എന്ന നിലയ്ക്കുള്ള അധികാര ശക്തി നീ എനിക്ക് തരണമേ, എനിക്ക് പവർ നീ എനിക്ക് തരണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഹിജ്റയെ സംബന്ധിച്ചുകൊണ്ട് നാം പഠിക്കുമ്പോൾ, ഹിജ്റയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന് എക്കാലഘട്ടത്തിലും പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയോടനുബന്ധിച്ചെടുത്ത ആസൂത്രണം എന്നുള്ളത്. ആസൂത്രണത്തിന്റെ അതുല്യമായ പാഠങ്ങൾ വെറുതെ അള്ളാഹു ഉണ്ട് എന്ന് കരുതി ഇറങ്ങി പുറപ്പെടുന്നതിന്റെ പേരല്ല ഇസ്ലാമിക പ്രവർത്തനം എന്നുള്ളത്. അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നതിന്റെ പേരുമല്ല ഹിജ്റ എന്നുള്ളത്. അങ്ങനെ ഒരു കാര്യവും ഇസ്ലാമിലില്ല എന്നുള്ളതാണ്. മനുഷ്യ സഹജമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ ആസൂത്രണങ്ങൾക്കും അപ്പുറമാണ് അള്ളാഹു നമുക്കായിട്ടുള്ള ആസൂത്രണം കരുതി വെക്കുക. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ, ഏതെല്ലാം കാൽക്കുലേഷൻ ചെയ്യാൻ കഴിയുമോ, എവിടുന്നെല്ലാം നമുക്ക് സഹായം സ്വീകരിക്കുവാൻ പറ്റുമോ, അതെല്ലാം നാം ചെയ്തതിന്റെ അപ്പുറം, അതെല്ലാം നാം ചെയ്തതിനു ശേഷമാണ് അള്ളാഹുവിന്റെ സഹായം നമുക്കായി കിട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുവാൻ തീരുമാനിച്ചതിന്റെ തൊട്ടു തലേ ദിവസം തന്റെ വിരിപ്പിൽ അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തുകയാണ്. അത് എത്രമാത്രം വലിയ സഹായമാണ് ചെയ്തത് എന്നത് ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും. ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുവാൻ വേണ്ടി വരികയാണ്. അവർ വീട് വളയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിടക്കയിൽ നോക്കുമ്പോൾ അവിടെ ആൾ സുഖമായി ഉറങ്ങുകയാണ്. അവർ തെറ്റിദ്ധരിച്ചു നബി കിടന്നുറങ്ങുകയാണ് എന്ന്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട് വിട്ടിറങ്ങി വടക്കോട്ട് പോകുന്നതിന് പകരം തെക്കോട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയത്. അവിടെ സൗർ എന്ന് പറയുന്ന ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒളിഞ്ഞിരിക്കുകയാണ്. അള്ളാഹു ഉണ്ടല്ലോ, അവൻ രക്ഷിച്ചുകൊള്ളും എന്നുള്ള നിലപാട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും എവിടെയും നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല. മറിച്ച് ഇത്ര വലിയ ആസൂത്രണം മാത്രമല്ല, താൻ പോയി കഴിയുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയുവാൻ ഇന്റലിജൻസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചാരപ്പണിക്കായി ആളെ നിയോഗിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ള ആയിരുന്നു അത് വലിയ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ആസൂത്രണം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. എങ്ങനെയാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്, എങ്ങനെയാണ് പാല് കൊണ്ട്
കൊണ്ടുവരുന്നത്. അവിടെ ആ പാല് കൊണ്ടുവരുന്ന ആളുടെ ആ നടന്നു വന്ന പാതകൾ, കാൽപാദങ്ങൾ മായ്ക്കുവാൻ, കാൽപാദങ്ങളുടെ അടയാളങ്ങൾ മായ്ക്കുവാനുള്ള വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കിയിരുന്നു. അതേപോലെ ഹിജ്റയുടെ വേളയിൽ ഏറ്റവും സുഗമമായ വഴി, ഇന്ന് ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ, ഗൂഗിൾ മാപ്പ് ഉണ്ട്, ഒരു സ്ഥലത്തേക്കുള്ള ഏറ്റവും എളുപ്പമായ വഴി കണ്ടെത്തുവാൻ സാധിക്കുന്ന കാലത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ഹിജ്റയുടെ ഭാഗമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ അതേ വഴിയേക്കാൾ എളുപ്പമുള്ള ഒരു വഴി കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യാത്രയിൽ തന്റെ വഴികാട്ടിയായ ഒരാളെ സ്വീകരിച്ചിരുന്നു. അദ്ദേഹം അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതിലും വലിയ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഈ അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖ് അന്ന് അമുസ്ലിമായിരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കാത്ത ആളായിരുന്നു എന്നുള്ളതാണ്. എങ്കിൽ പോലും അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പരസ്പരം വിശ്വസിച്ചു. ആ അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദിഷ്ട സ്ഥാനത്ത് വഞ്ചിക്കാതെ ഞാൻ എത്തിക്കും എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖ് ഒരുപാട് ഇനാമുകൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള, ഒരുപാട് പ്രലോഭനങ്ങളുള്ള സാഹചര്യത്തിൽ പോലും എന്നെ വഞ്ചിക്കാതെ ആ സ്ഥാനത്തേക്ക് എത്തിക്കും എന്നുള്ള ആ വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹം വഴിയറിയുന്നതിൽ നിപുണനായിരുന്നു. ഈ ഏറ്റവും എളുപ്പമുള്ള ആ ഒരു സ്കിൽ അദ്ദേഹത്തിനുള്ള ആളായിരുന്നു. ആ സ്കില്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാങ്ങുകയാണ്, സഹായം സ്വീകരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പാതയനുസരിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോകുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ കാലഘട്ടത്തിൽ ഏതൊരു കാലഘട്ടത്തിലും വ്യക്തിപരമാവട്ടെ സാമൂഹികപരമാവട്ടെ കേവലം അള്ളാഹ് രക്ഷിച്ചോളും എന്ന് പറയുന്നതിന്റെ പേരല്ല ഇസ്ലാമിക പ്രവർത്തനം, അതിന്റെ പേരല്ല തവക്കുൽ, അതിന്റെ പേരല്ല അള്ളാഹുവിലുള്ള വിശ്വാസം എന്നുള്ളത്. എല്ലാം ചെയ്യുക, A to Z ചെയ്യുക, അതിനപ്പുറമാണ് അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുക. നാം വെറുതെ ഇരുന്നതിന് ശേഷം പടച്ചവന്റെ സഹായം വരും എന്ന് വിശ്വസിക്കലല്ല. ഇവിടെ നോക്കൂ, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ പോലും ഏറ്റവും നിർണായകമായ സന്ദർഭത്തിൽ പോലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. നാം എത്ര കാൽക്കുലേഷൻ ചെയ്താലും അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്ക് വ്യക്തിപരമായ ജീവിതത്തിലും സാമൂഹികപരമായ ജീവിതത്തിലും നമുക്ക് വിജയിക്കുവാൻ സാധിക്കുക എന്നതൊരു പരമയാഥാർത്ഥ്യമാണ്. അപ്പോൾ തന്നെയും നാം ആസൂത്രണം ചെയ്യണം എന്നുകൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളഞ്ഞു. അവർ നോക്കുന്നു, നബിയുടെ കട്ടിലിൽ അലി റളിയല്ലാഹു അൻഹു കിടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാതിരാവിൽ ആ വീട് വിട്ടു പോകുവാൻ ഇറങ്ങുന്നു. അപ്പോഴാണ് ശത്രുക്കളുടെ സാന്നിധ്യം നേരത്തെ കണ്ടു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പിടി മണ്ണ് വാരി ഷാഹത്തുൽ വുജൂഹ് എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുക്കളുടെ നേരെ എറിയുകയാണ്. ഒരു മിനിറ്റ് നേരം അവരെല്ലാവരും കണ്ണടച്ചു. അവർക്ക് നബിയെ കാണുവാൻ സാധിച്ചില്ല. നബി എവിടുന്ന് രക്ഷപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയതിനു ശേഷവും ആ ശത്രുക്കൾ അവിടെ കാവൽ നിൽക്കുകയാണ്. ഈ ഉറങ്ങിക്കിടക്കുന്ന മുഹമ്മദ് എഴുന്നേറ്റ് വരുമ്പോ ഞങ്ങൾക്ക് വധിക്കണം എന്ന ആ കരുതലോടെ അവർ കാവൽ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സമർത്ഥമായി അവിടെ രക്ഷപ്പെട്ടു. എല്ലാ ആസൂത്രണങ്ങൾക്കപ്പുറവും അള്ളാഹുവിന്റെ ഒരു ആസൂത്രണം അവിടെ നടക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വടക്കോട്ട് പോകുന്നതിന് പകരം തെക്കോട്ട് യാത്ര ചെയ്ത് സൗദ് ഗുഹയിലെത്തുകയാണ്. സൗദ് ഗുഹയിൽ അവർ ഒളിഞ്ഞിരിക്കുമ്പോ ശത്രുക്കൾ അവിടെ എത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാട് വിട്ടു എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ശത്രുക്കൾ 100 മുന്തിയ ഒട്ടകങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടെത്തുന്നവർക്ക് ഇനാം പ്രഖ്യാപിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ആ ഗുഹയിൽ ഒളിഞ്ഞിരിക്കുമ്പോ മുൻഭാഗത്തെത്തി ശത്രുക്കൾ എന്നുള്ളതാണ്. അവർ മുൻഭാഗത്തെത്തി കുനിഞ്ഞൊന്ന് നോക്കിയാൽ തങ്ങളെ കാണും എന്ന സാഹചര്യം ഉണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരെ, അവരെങ്ങാനും കുനിഞ്ഞു നോക്കിയാൽ നമ്മുടെ അവസ്ഥ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, തീർച്ചയായും ഭയപ്പെടരുത്, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഖുർആൻ ആ സംഭവത്തെ ആസ്പദമാക്കി ആയത്ത് തന്നെ അവതരിച്ചിട്ടുണ്ട് ഖുർആനിൽ. പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെയും അള്ളാഹുവിന്റെ സഹായം നമുക്ക് കാണുവാൻ സാധിക്കും. അവർക്ക് കുനിഞ്ഞു നോക്കാൻ തോന്നിയില്ല എന്ന് മാത്രമല്ല, ആ ഗുഹയുടെ മുഖത്ത് ചിലന്തി കൂടുകൂട്ടിയിരിക്കുന്നു, ഗുഹയുടെ മുഖത്ത് പ്രാവ് കൂടുകൂട്ടിയിരിക്കുന്നു. അവർ സംസാരിക്കുകയാണ്. ഇവിടെയെങ്ങും ആരും വന്ന സാഹചര്യം
കാണുന്നില്ല, അടയാളം കാണുന്നില്ല. ഇവിടെ ആരെങ്കിലും വന്നുവെങ്കിൽ ഇവിടെ ഈ പ്രാവിന്റെ കൂടുണ്ടാവുകയില്ല, ഇവിടെ ചെലന്തിയുടെ വലയുണ്ടാവുകയില്ല എന്ന് പറഞ്ഞവർ തിരിച്ചു പോവുകയാണ്. ആ യാത്രയിൽ 3 ദിവസം കഴിഞ്ഞ് യാത്ര തുടർന്ന വേളയിൽ ഇനാം മോഹിച്ച് പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടു. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ പേരാണ് സുറാഖത്ത് ബിൻ മാലിക് എന്നയാളുടെ പേര്. അദ്ദേഹം കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട മാത്രയിൽ വളരെ സന്തോഷഭരിതനായി 100 ഒട്ടകങ്ങൾ കിട്ടാൻ പോവുകയാണ്. സുറാഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തെത്തി. ഒട്ടകത്തിന് മുന്നോട്ട് കുതിക്കുവാൻ സാധിക്കുന്നില്ല, അത് മുട്ടുകുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനം ചരിത്രം അധികം കൂടി പറയുന്നില്ല, അവസാനം അദ്ദേഹം അവിടെ വെച്ച് മുസ്ലിം ആവുകയാണ്. നബി സല്ലല്ലാഹു അല്ലാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്, അല്ലാഹുവിന്റെ ഒരു ഇടപെടലാണ്. അദ്ദേഹത്തിന് തന്റെ വാഹനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ വരികയും ഇതൊരു അത്ഭുത മനുഷ്യനാണ് എന്ന് ബോധ്യപ്പെടുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുകയും അതിനുശേഷം സുറാഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുറാഖയോട് പറഞ്ഞു, ഞാൻ പോകുന്ന വഴി പറഞ്ഞു കൊടുക്കരുത് എന്ന്. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, എനിക്ക് എന്താണ് താങ്കൾ സമ്മാനം തരുക എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ കൈകളിൽ കിസ്രയുടെ വളകൾ അണിയിക്കപ്പെട്ടാൽ എങ്ങനെയായിരിക്കും? നിന്റെ കൈകളിൽ കിസ്രയുടെ അധികാരത്തിന്റെ വളകൾ അണിയിക്കപ്പെട്ടാൽ എങ്ങനെയുണ്ടായിരിക്കും? കിസ്ര എന്ന് പറഞ്ഞാൽ ആരാണ്? പേർഷ്യയുടെ ഭരണാധികാരിയാണ്. ഇന്ന് ബ്രിട്ടനും അല്ലെങ്കിൽ അമേരിക്കയും എന്നൊക്കെ പറയുന്നത് പോലെ ചരിത്രം പഠിച്ചവർക്ക് മനസ്സിലാകും, റോമും പേർഷ്യയും ആ രണ്ട് സാമ്രാജ്യങ്ങളുടെ അധിപന്മാരെ കിസ്രയും കൈസറും എന്നാണ് പറയുന്നത്. സ്വന്തം രാജ്യത്ത് ജീവിക്കുവാൻ നിവൃത്തിയില്ലാതെ തന്റെ വിശ്വാസവും ആദർശവുമായി മറ്റൊരു നാട്ടിലേക്ക് മാറിപ്പാർക്കേണ്ടി വരുന്ന ഒറ്റയ്ക്ക് ഒളിച്ചോടി പോവുകയാണ് എന്ന് പറയുന്ന വിധം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ തന്നെ പിടിക്കുവാൻ വന്ന ആൾക്ക് ഇനാം പറയുന്നത് പേർഷ്യയുടെ ഭരണാധികാരി ധരിക്കുന്ന അധികാരത്തിന്റെ വളകൾ നിന്റെ കൈകളിൽ അണിയിക്കുന്നത് എങ്ങനെ ഉണ്ടായിരിക്കുമെന്നാണ്. സുറാഖയ്ക്ക് അത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. സുറാഖ ചോദിക്കുന്നു, കിസ്ര ഇബ്നു ഹുർമൂസിന്റെ, അതായത് പേർഷ്യയുടെ ഭരണാധികാരി ഹുർമൂസിന്റെ മകൻ കിസ്രയുടെ വളകളാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ കിസ്ര ഇബ്നു ഹുർമൂസിന്റെ അതേ വളകൾ നിന്റെ കൈകളിൽ ഞാൻ അണിയിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ചരിത്രം പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സത്യമായി പുലരുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് ഹിജ്റയുടെ ചരിത്രമാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് എത്തുകയാണ്. മദീനയിലെ കുട്ടികൾ പാട്ടുപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുകയാണ്. യസ്രിബ് മദീനത്തുൻ നബി, യസ്രിബ് എന്ന് പേരുള്ള ഒരു പട്ടണം, ഒരു ഗ്രാമം, അത് മദീനത്തുൻ നബി, നബിയുടെ പട്ടണമായി നാമാന്തരം ചെയ്യുകയാണ്. അവിടെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. പിന്നീടുള്ള ചരിത്രങ്ങൾ നമുക്കറിയാം. ആ നിർണായക ചുവടുമാറ്റത്തിന്റെ പേരാണ് ഹിജ്റ എന്ന് പറയുന്നത്. ലക്ഷ്യത്തിന്റെ മുമ്പിൽ മുശ്രിക്കുകൾ തടസ്സമായി നിന്നപ്പോൾ ചുവടുമാറിയ ഒരു നിലപാടിന്റെ പേരാണ് ഹിജ്റ എന്നുള്ളത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സാമൂഹികമായ ജീവിതത്തിലും സാഹചര്യങ്ങളെ പഴി പറഞ്ഞ് മാറി നിൽക്കുവാൻ നമുക്ക് അധികാരമില്ല. സാഹചര്യങ്ങളെ പഴി പറഞ്ഞ് മാറി നിൽക്കുന്നതിന്റെ എതിരാണ് ഹിജ്റ എന്ന് പറയുന്നത്. മാറി ചവിട്ടുക, മാറി സഞ്ചരിക്കുക, ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മളെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നതുകൂടി ഇതിന്റെ ഒരു പാഠമാണ്. എന്തിനാണ് അവർ ഹിജ്റ നടത്തുന്നത്? എന്തിനാണ് എല്ലാ പ്രവാചകന്മാരുടെയും ഏതാണ്ട് എല്ലാ പ്രവാചകന്മാരുടെയും ജീവിതത്തിൽ ഹിജ്റ വന്നിട്ടുള്ളത്? എന്തിനാണ് സഹാബികൾ ഹിജ്റയെ ഒരു എന്നും അവിസ്മരണീയമായ ഒരു സംഭവമാക്കി ഇസ്ലാമിക കലണ്ടറിന്റെ കൂടെ ചേർത്തത്? അവിടെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു പാഠമുണ്ട്. വിശ്വാസികൾ എന്ന നിലയ്ക്ക് നാം ഉണ്ണുക, ഉറങ്ങുക, ജീവിതം കഴിച്ചുകൂട്ടുക എന്നതിലപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഉത്തമ സമൂഹത്തിന്റെ പേരാണ് നമ്മുടെ പേരിൽ, നമ്മുടെ കയ്യിൽ അല്ലാഹു അചഞ്ചലമായ ഒരു ആദർശം, ലോകത്ത് അമൂല്യമായ ഒരു ആദർശം ഏൽപ്പിച്ചിട്ടുണ്ട്. വ്യക്തിപരമായും സാമൂഹികപരമായും ആ ആദർശത്തിന്റെ വക്താക്കളാകുവാൻ, ആ ആദർശത്തിന്റെ മാർക്കറ്റിംഗ് ഏജന്റ് ആകുവാൻ, ഒന്നുകൂടെ പറഞ്ഞ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം, ആ മാർക്കറ്റിന്റെ ആ ആദർശത്തിന്റെ പരസ്യം കൊടുക്കുന്നവരാകുവാൻ, ആ ആദർശത്തിലേക്ക് ക്ഷണിക്കുന്നവരാകുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതിന്റെ പിന്നിൽ ഹിജ്റയാണ് വേണ്ടത് എങ്കിൽ അതുപോലെ നമുക്ക് ചെയ്യുവാൻ ചെയ്യേണ്ടതുണ്ട്.
വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാ 97-ാമത്തെ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ചില ആളുകളെ പിടിക്കുവാൻ, അവരുടെ റൂഹ് പിടിക്കുവാൻ അള്ളാഹുവിന്റെ മാലാഖമാർ വരും. അപ്പോൾ അവർ പറയും, പടച്ചവനെ, ഞാനിവിടെ ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു, ഇവിടെ ഇന്നയാളാണ് ഭരിച്ചത്, ഇവിടെ ഇന്നയാളായിരുന്നു, അവിടെ കിസ്രയായിരുന്നു, ഇവിടെ കൈസറായിരുന്നു, അവിടെ അമേരിക്കയായിരുന്നു, ഇവിടെ മറ്റേ ഭരണാധികാരിയായിരുന്നു, ഇവിടെ ഫാസിസമായിരുന്നു, എനിക്ക് നിന്റെ ദീനൊന്നും അംഗീകരിച്ച് ജീവിക്കാൻ സാധിച്ചിരുന്നില്ല പടച്ചവനെ എന്ന് ചോദിക്കുമ്പോ ഇന്നല്ലദീന തവഫാഹുമുൽ മലായികതു ളാലിമി അൻഫുസിഹിം قالوا فيما كنتم قالوا كنا مستضعفين في الارض قالوا അപ്പോ ഈ മലക്കുകൾ ചോദിക്കും, അലം തകുൻ അർളുല്ലാഹി വാസിഅ, ഭൂമി വിശാലമായിരുന്നില്ലേ, ഈ ഭൂമി വിശാലമായിരുന്നില്ലേ, ഫതുഹാജിറു, നിനക്ക് ഹിജ്റ ചെയ്തുകൂടായിരുന്നോ, ഇവിടെ പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മാറി താമസിച്ചുകൂടായിരുന്നോ, ഫതുഹാജിറു ഫീഹാ, അവിടെ നിനക്ക് ഹിജ്റ ചെയ്തുകൂടായിരുന്നോ, ഫഉലൈക മഅവാഹും ജഹന്നം, ഇങ്ങനെ സാഹചര്യങ്ങളെ പഴി പറഞ്ഞ് ജീവിക്കുന്നവർക്കുള്ളതാണ് ജഹന്നം, വസാഅത് മസീറ, അതെത്ര മോശമായ സങ്കേതമാണ് എന്ന് മലക്കുകൾ മരണത്തിന്റെ വേളയിൽ ചോദിക്കും, പറയും എന്നുള്ളത് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാ 97-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹിജ്റയുടെ ഈ ചരിത്രം, ഹിജ്റ നമുക്ക് നൽകുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളണം. നാം ഒരു വിപ്ലവവീര്യമുള്ള ആദർശവീര്യമുള്ള നേരത്തെ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗ്ഗം തരണം. പഠിച്ചവനെ, ആ സ്വർഗ്ഗം തന്ന് ഞങ്ങളെല്ലാവരും നീ അനുഗ്രഹിക്കണമേ. പക്ഷെ ആ സ്വർഗ്ഗം നമുക്ക് ലഭിക്കുന്നത് ഈ ദുനിയാവിൽ പണിയെടുത്തുകൊണ്ടാണ്, ദുനിയാവിൽ കഷ്ടപ്പെട്ടുകൊണ്ടാണ്, ദുനിയാവിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി പാടുപെട്ടുകൊണ്ടാണ്. അതിലെല്ലാ കാര്യങ്ങളും കടന്നു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതുപോലെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും, അവിടുത്തെ അധികാരം ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങളും കടന്നു വരും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹു ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ വഖതീഅത്തിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.